നായിക സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശാഖിനോടും അമലയോടുമായിട്ട് ഡോക്ടർ പറയുകയാണ്, നിങ്ങളിൽ അമലയ്ക്കൊരു പ്രശ്നവുമില്ല, വിശാഖിനാണ് പ്രശ്നം. അത് അത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ടെക്നോളജി ഒരുപാട് വളർന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ അത്ര സീരിയസ് ആക്കേണ്ട, നമുക്കതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം. എന്തായാലും ഇനി വൈകിക്കാതെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് മെഡിസിൻസൊക്കെ ഞാൻ കുറച്ച് തരാം, കൗണ്ട് കൂടാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. പിന്നെ എന്നെ ഇടയ്ക്ക് വിളിച്ചാൽ മതി, ഞാൻ വേണ്ട ഫുഡിൻ്റേതായ കാര്യങ്ങളെല്ലാം എങ്ങനെയുള്ളത് കഴിക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിശാഖിനോട് കുറച്ച് നേരം പുറത്തേക്ക് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് അമലയോട് പറയുകയാണ്, എന്നെ ഫസ്റ്റ് തവണ വന്നപ്പോൾ തന്നെ അമലയുടെ ബാക്ക്ഗ്രൗണ്ടെല്ലാം എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ അമലയ്ക്കൊരു കുഴപ്പമില്ലെന്ന് അമലയ്ക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറയുകയാണ്. തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് പോലും വിശാഖിനോട് ഞാൻ ഇന്ന് വരെ അമലയുടെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അമല പറയുകയാണ്, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാപത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും എനിക്ക് മിക്കവാറും ഇനിയൊരു കുഞ്ഞുണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവർ തിരിച്ചെത്തിയിരിക്കുന്നതാണ്. അപ്പോൾ മുത്തശ്ശിയും അമ്മയും പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമലയ്ക്ക് ആയിരിക്കുമല്ലേ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെല്ലാം മോനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ മോൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് അമല കയറി പോകുന്നു. അപ്പോൾ മകൻ പറയുകയാണ്, വിശാഖ് പറയുകയാണ്, നിങ്ങൾ നേരത്തെ തന്നെ അവൾക്കായിരിക്കും പ്രോബ്ലം എന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ചെറുതായിട്ടെങ്കിലും പ്രോബ്ലം ഉള്ളത് എനിക്കാണെന്ന് പറയുമ്പോൾ ചെറിയ പ്രശ്നമല്ലേ, അത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നു, അറിയില്ല, ഡോക്ടർ പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അച്ഛൻ കൂടി വരികയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആൺകുട്ടി ജനിക്കണമെന്നായിരുന്നു എന്ന് പറയുമ്പോൾ വിശാഖ് പറയുകയാണ്, അച്ഛന് അങ്ങനെ ഒരു ആൺകുട്ടി എനിക്ക് ഉണ്ടാവണമെന്ന് ഇത്ര നിർബന്ധം എന്താ, എന്നിട്ട് ആ കുട്ടി വലുതായിട്ട് ഞാൻ അച്ഛനെ അവഗണിച്ച പോലെ ആ കുട്ടി എന്നെ അവഗണിക്കണം എന്നല്ലേ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. നളിനിയും പറയുകയാണ്, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, അതായത് നിങ്ങളുടെ നാരായണിയെ കൊണ്ട് ഇവനെ കെട്ടിക്കണമായിരുന്നു, അത് നടക്കാത്തതിൻ്റെ ദേഷ്യമാണ് എനിക്കറിയാം. അവളുടെ ഒടുക്കത്തെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയിട്ട് നടന്നിട്ടാണ് ഈ വീട്ടിൽ കുഞ്ഞു പോയിട്ട് ഒരു പുല്ല് പോലും ജനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് നളിനി. അങ്ങനെ പറഞ്ഞതിൻ്റെ ദേഷ്യവും സങ്കടവും കൂടിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ദൈവത്തെ വിചാരിച്ച മുത്തശ്ശിയെങ്കിലും അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ആവശ്യമില്ലാത്ത വർത്തമാനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നോ എങ്ങനെ സംസാരിക്കുമെന്നോ എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുകയാണ് വിശാഖ്. ശേഷം വിശാഖ് റൂമിൽ ചെല്ലുമ്പോൾ അമല വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ, എന്തിനാ അമല നീ ഇത്രയധികം വിഷമിക്കുന്നത്, ഇതൊരു ചെറിയ പ്രോബ്ലം അല്ലേ, ഒരുപാട് പേര് ഇതൊക്കെ ഫേസ് ചെയ്യുന്നതല്ലേ, അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാ ഇത്ര നിരാശപ്പെടുന്നു എന്നൊക്കെ പറയുകയാണ്. നീ ധൈര്യമായിട്ടിരിക്കും, മിക്കവാറും നാരായണിയുടെ പ്രാക്കോ അവളുടെ പ്രാർത്ഥനയും കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ അവൾക്കും പണി കിട്ടും, അവൾക്കും കുട്ടികളൊന്നും ഉണ്ടാകാൻ പോകണില്ല, എന്നേക്കാളും വലിയ കുഴപ്പക്കാരനാണ് ആ രഞ്ജൻ എന്ന് പറയുമ്പോഴേക്കും അമല പൊട്ടിത്തെറിക്കുകയാണ്. അമല പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല രഞ്ജേട്ടൻ, അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് പറയുമ്പോഴേക്കും, അത് നിനക്ക് എങ്ങനെ അറിയാം, നിനക്ക് ആളുകളെ കാണുമ്പോൾ തന്നെ കുട്ടികളുണ്ടാകുമോ എന്നുള്ള കുഴപ്പങ്ങൾ ഉള്ള ആളാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അതിൽ കയറി പിടിക്കേണ്ട, ദൈവത്തെ വിചാരിച്ച് വിശാഖേട്ടൻ ഒന്ന് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകാം, എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ പോലെ, എന്നെ കുറച്ച് നേരം തന്നെ ഇരിക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പോയി പുഴക്കരയിൽ പോയി കാറ്റ് കൊണ്ടെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അമല പോകുന്നതാണ് കാണിക്കുന്നത്. ശേഷം അമലയും ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഫാദർ വരുന്നു, ഫാദറിനോട് സംസാരിക്കുകയാണ്, എന്തിനാണാവോ നീ വന്നത്, നിന്നെ പോലെയുള്ള ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുല്ല് പോലും മുളക്കില്ല, അത്രയ്ക്ക് പാപിനിയായ ഒരാളാണ് നീ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു, നീ കുരിശടിയുടെ മുമ്പിൽ വന്നിട്ട് മെഴുതിരി കത്തിച്ചോ, എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിന്നെപ്പോലുള്ള അവർ ചെയ്യാനുള്ളതല്ല ഇതൊന്നും, പരിപാവനമായ ഒരു സ്ഥലത്ത് ഇനി മേലാൽ വരരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളും പറയുകയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു പാപം ചെയ്തു പോയി എന്നൊക്കെ പറയുമ്പോൾ, ഇനി എന്താ കുമ്പസാരിക്കാനുള്ള ശ്രമത്തിലാണോ എന്ന് പറയുമ്പോൾ, കുമ്പസാരിച്ചാൽ പോലും മാറാത്ത പാപങ്ങളാണല്ലോ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഫാദറും തിരിച്ചു പറയുകയാണ്. തെറ്റ് പറ്റിപ്പോയി, എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ അടുത്ത് ആ കുട്ടി മരിച്ചു പോയത്, എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞത്, അത് ഞാൻ വിശ്വസിച്ചു, പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ കൊണ്ടേ കിടത്തിയതാണെന്നൊക്കെ, ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും, നിന്നെക്കൂട്ടല്ല ആ കുട്ടിയുടെ അച്ഛൻ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അയാൾ ഓരോ തവണയും ഇവിടെ വരുമ്പോൾ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, എന്നിരുന്നാലും ഞാൻ പറയാം, ഇനി എന്തായാലും നിങ്ങളാരും ആ കുട്ടിയെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ട, ആ കുട്ടിയെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്ത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞു, ഇതുപോലും ഞാൻ ആ അച്ഛനോട് പറഞ്ഞിട്ടില്ല, കാരണം ആ അച്ഛൻ്റെ സ്നേഹം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ആ കുട്ടി ഏത് രാജ്യത്താണെങ്കിലും അതിനെ തേടി പിടിച്ച് പുറകെ പോകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് ഞാൻ മാത്രം ഇത് പറഞ്ഞതെന്ന് പറയുകയാണ് അമലയോട്.
നിന്ന് ഇറങ്ങുമ്പോഴേക്കും രഞ്ജനും അവിടെ എത്തുന്നു. രഞ്ജൻ തമ്മിൽ സംസാരിക്കുകയാണ് അമലയോട്. അപ്പോൾ രഞ്ജനോട് തനിക്ക് തെറ്റ് പറ്റിയതിനെക്കുറിച്ചൊക്കെ പശ്ചാത്താപമൊക്കെ പറയുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുമില്ല. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഒരാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല നീ ചെയ്തു കൂട്ടിയത്. രണ്ടാമതൊരു വിവാഹം കഴിച്ചത് കൂടാണ്ട് നാരായണിയെ എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നൊക്കെ സംസാരിക്കുകയാണ് അവർ. രഞ്ജൻ ഫാദറിനെ കാണുന്നു. പറയുകയാണ് എനിക്കൊന്നും കൂടുതൽ പറയാനില്ല.